പാർട്ട് 1-ൽ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് കണക്ടർ ടൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഇൻലെറ്റ് ഹോസിലെ പൊടികൾ കളഞ്ഞ് എയർ ബ്ലോക്ക് മാറ്റുന്നതിനെക്കുറിച്ചും പറഞ്ഞു വന്നല്ലോ. പാർട്ട് 2-ലൂടെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഹോസ്, റിട്ടേൺ ഹോസ്, ഗൺ എന്നിവ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വിശദമായി പറയാം. ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് ഇൻലെറ്റ് ഹോസ്. ഈ ഇൻലെറ്റ് ഹോസ് കണക്ട് ചെയ്യുമ്പോൾ ഇൻലെറ്റ് ഹോസും കണക്ടറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് വാഷറോ ഒന്നും തന്നെ ഉപയോഗിക്കാത്തതിനാൽ 30-ൻ്റെ സ്പാൻഡർ ഉപയോഗിച്ച് വലിച്ച് എയർ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്യേണ്ടതാണ്. ട്രാൻസ്പെറൻറ്റ് വൈറ്റ് കളറിലുള്ളതാണ് റിട്ടേൺ ഹോസ്. ഇത് കണക്ടറിൽ പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ്, അതുപോലെ പ്രസ് ചെയ്ത് ഊരിയെടുക്കാവുന്നതുമാണ്. ഇൻലെറ്റ് ഹോസുമായി റിട്ടേൺ ഹോസിനെ ചേർത്ത് നിർത്താനുള്ളതാണ് ഈ സാഡിൽ ക്ലിപ്പുകൾ. ഇൻലെറ്റ് ഹോസിലൂടെ വെള്ളമകത്ത് ചെന്ന് ഔട്ട്ലെറ്റ് ഹോസിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി മെഷീൻ്റെ പിൻഭാഗത്തുള്ള സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഔട്ട്ലെറ്റിലൂടെയും ഇൻലെറ്റ് ഹോസിലൂടെയും വെള്ളം വരുന്നതായി കാണും. ഇതുവരെയുള്ള പ്രവർത്തനം ഓക്കെയാണ്. റിട്ടേൺ വാൽവ് ടൈറ്റ് ചെയ്ത് മെഷീൻ സ്വിച്ച് ഓഫ് ആക്കാം. ഇനി മെഷീൻ്റെ ഹാൻഡിൽ വളരെ സിമ്പിളായി നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ അടിഭാഗത്ത് പ്രസ് ചെയ്ത് പുഷ് ചെയ്താൽ മതി. പ്രഷർ മീറ്റർ ഔട്ട്ലെറ്റ് കണക്ടറിൽ ഫിറ്റ് ചെയ്യാം. ഇതിനായി 19-ൻ്റെ സ്പാൻഡർ യൂസ് ചെയ്യാം. ഇതിനുശേഷം ഔട്ട്ലെറ്റ് ഹോസ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇവിടെയും 19-ൻ്റെ സ്പാനർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി മെഷീൻ ഓൺ ചെയ്ത് ഹോസ് ക്രിമ്പ് ചെയ്യുമ്പോൾ വല്ല പൊടിയും ഹോസിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴുക്കിക്കളയാം. ഇങ്ങനെ ഹോസിലെ പൊടികൾ പോയി എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ മെഷീൻ ഓഫ് ചെയ്ത് ഗൺ ഫിറ്റ് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ തുടങ്ങാം. ഗൺ ഫിറ്റ് ചെയ്യാനായി 2 19-ൻ്റെ സ്പാൻഡർ ആവശ്യമാണ്. ഇനി മെഷീൻ ഓൺ ചെയ്ത് പ്രഷർ ചെക്ക് ചെയ്യാം. ഇതിൽ 3300 PSIയും 237 ബാർ പ്രഷറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ ഗണ്ണ് എങ്ങനെ പ്രോപ്പറായി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം.